നൂർ നൂർ അല്ലെ, പ്രകാശത്തിന്. അത് ജബലുന്നൂർ എന്ന് പേര് വരാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ പ്രകാശമാണ്. വിശുദ്ധ ഖുർആനിന് ആ നൂറ് അതിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചത് കൊണ്ടാണ് ജബലുന്നൂർ എന്ന്. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹമാണ് ഇത് എവിടെയാണ് ഇറാ ഗുഹ, എവിടെയാണ് ഈ ജബലുന്നൂർ. ജബലുന്നൂറിന്റെ അടുത്താണ് നമ്മളുള്ളത്. ഇതിന്റെ മുകളിലായിരുന്നു പ്രവാചകൻ സ്ഥിരമായി പോയി ഇരിക്കാറ്. ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രവാചകൻ ഇരിക്കാറ് അവിടെയായിരുന്നു. കാരണം മക്കയിലുള്ള ഈ ഗോത്ര കലഹങ്ങളും ആളുകളുടെ സ്വഭാവ രീതികളൊന്നും പ്രവാചകൻ അത്ര ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു മോചനം നേടി പ്രവാചകൻ പോയി ഇടയ്ക്ക് സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇങ്ങനെ കൂടുതൽ ദിവസം ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറ്. അപ്പൊ അത്രമേൽ ഉയരത്തിലായിരുന്നു പ്രവാചകൻ ഇരുന്നത്. ഇറാ ഗുഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് ഇറങ്ങണം. അപ്പുറത്തെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പാറക്കെട്ടാണ്, അതിന്റെ ഉള്ളിലാണ് പ്രവാചകൻ. ഒരാൾക്ക് ഒന്ന് നീണ്ടു തീർന്ന് ഇരിക്കാനും നിൽക്കാനുള്ള ഒരു സ്ഥലമേ അവിടെയുള്ളൂ.